ഹായ് ഓൾ, ഞാനുണ്ടാക്കിയ പെരുന്നാൾ വിഭവങ്ങളിൽ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ബീഫ് ഫ്രൈ ആണ്. കഴുകി വൃത്തിയാക്കിയ 1 കിലോ ബീഫ് ഞാനൊരു ചീനച്ചട്ടിയിലാക്കി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കനലടുപ്പിൽ വെക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അടുപ്പ് കത്തിച്ച് അടുപ്പിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഉപ്പുപൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് അടച്ച് ഇപ്പോൾ ഇതിനകത്തോട്ട് വെള്ളമോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഈ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ഞാൻ ഈ ബീഫ് അകത്ത് അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്, ഗ്യാസ് സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, മഴയൊക്കെ ആയതുകൊണ്ട് തീ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിലെടുത്ത് ബാക്കി വെള്ളം വറ്റി വരുന്നതിന് വേണ്ടിയിട്ട് എടുത്ത് ഗ്യാസ് സ്റ്റൗവിൽ അത് ചീനച്ചട്ടി അതേപോലെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഊറി വന്ന വെള്ളത്തിൽ നിന്നാണ് അത് വറ്റിച്ചെടുത്തത്. ഇനി ഞാൻ ഈ നടുക്കായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ വളരെ കുറച്ച് എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് എണ്ണ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒരു 3 ടീസ്പൂണൊക്കെ അഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനോട്ടോട്ട് തല്ലിയ ഒരു അല്ലി വെളുത്തുള്ളി തല്ലിയതും ഒരു 2 ടീസ്പൂൺ വരും ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഈ നടുക്ക് നമ്മൾ ഒഴിച്ച ആ വെളിച്ചെണ്ണയിൽ ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മൊത്തത്തിലിട്ട് വീണ്ടും ഒന്ന് ഇളക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മിക്സായിട്ട് അതിൻ്റെ മണമെല്ലാം മാറി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ ഞാനൊരു 2 സവോളയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. സവോള ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അതിലിങ്ങനെ പൊടിയായിട്ട് കിടക്കുന്ന സംഭവങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവസാനം നമുക്കിത് ഇതൊന്നും കാണില്ല, സവോള അങ്ങനെ കാണത്തില്ല. എന്നിട്ട് ഞാനിവിടെ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ പെരുംജീരക പൊടിയും പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ഐറ്റംസ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ചട്ടിയുടെ മൂട്ടൊക്കെ ഒന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ചട്ടവും വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇടയ്ക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വരുമ്പോഴത്തേക്കും ഇത് നല്ല ഡ്രൈ ആയിട്ട് വരും. നമ്മൾ ആ ഇട്ട സവോളയൊന്നും കാണാൻ പോലും പറ്റാത്ത രീതിയാവും. സോ ഇളക്കി വരുമ്പോൾ ഫൈനലാകുമ്പോൾ നല്ല കുറച്ച് മല്ലിയില കൂടെ ഇട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സൂപ്പർ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ എണ്ണ കുറച്ചാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.